നമസ്കാരം. സുബിൻ പുഷ്പാങ്കദൻ ഡയലോഗ്സ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ബേൺ യുവർ ഷിപ്പ് എന്ന്. എന്താണ് ബേൺ യുവർ ഷിപ്പ്? ഇതിന്റെ ഉത്ഭവം എന്നതാണ് ഇന്നത്തെ കഥയിലൂടെ വ്യക്തമാക്കുന്നത്. നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്: ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവ് പല രാജ്യങ്ങളിലേക്കും തന്റെ സൈന്യത്തെയും ഉപയോഗിച്ച് യാത്ര നടത്തും. ആ രാജ്യത്തെ ആക്രമിക്കും. തന്റെ രാജ്യത്തിന്റെ വലിപ്പം വർദ്ധിപ്പിക്കും. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്ഥിരം ഹോബികളെന്ന്. പതിവ് പോലെ അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ സർവ്വ സൈന്യത്തെയും വിളിച്ചുകൂട്ടി ഒരുപാട് കപ്പലുകളിലായിട്ട് അടുത്തൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്തു. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ആ രാജ്യം തന്റെ രാജ്യത്തിനേക്കാൾ ഇരട്ടിയോളം വലിപ്പമുള്ള രാജ്യമായിരുന്നു. അവരുടെ അംഗബലവും സൈന്യബലവും എല്ലാം തന്റെ രാജ്യത്തിനേക്കാൾ ഇരട്ടിയിലധികം പ്രഹരശേഷിയുള്ളതായിരുന്നു. അദ്ദേഹം പക്ഷെ പിന്മാറിയില്ല. യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. യുദ്ധത്തിന്റെ ഇടയിൽ ഒരു വേള തന്റെ സൈന്യം മുഴുവൻ പിന്തിരിഞ്ഞോടുന്ന അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ദൂതനെ അയച്ച് തന്റെ ഷിപ്പുകളെല്ലാം കത്തിച്ചു. സൈന്യം ചെന്ന് കാണുന്നത് അവർ യാത്ര ചെയ്തു വന്ന കപ്പലുകൾ നിന്ന് കത്തുന്നതാണ്. അവർ രാജാവിനോട് സങ്കടം പറഞ്ഞു. എന്ത് ചെയ്യാം, നമ്മളുടെ ഷിപ്പുകൾ കത്തുന്നു, ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന്. രാജാവ് അതിന് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: ഒന്നുകിൽ നമ്മൾ ഇവരോട് യുദ്ധം ചെയ്ത് ഇവരെ പരാജയപ്പെടുത്തി ഇവരുടെ ഷിപ്പുകളുമായി നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ ഇവരുടെ കൈകൊണ്ട് നമ്മൾ മരണപ്പെടും എന്ന്. ഇതിൽ നിന്ന് ആത്മവിശ്വാസം ഉൾക്കൊണ്ട്, ധൈര്യം ഉൾക്കൊണ്ട് അവർ തിരിച്ചു നിന്ന് യുദ്ധം ചെയ്ത് ആ രാജ്യത്തെ കീഴടക്കി എന്നതാണ് കഥ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ട് നിർമ്മിച്ച ഒരുപാട് നെഗറ്റീവുകളുണ്ട്. അതേപോലെ നമ്മുടെ മനസ്സിൽ ഒരുപാട് നമുക്ക് കഴിയില്ല, ഇത് കഴിയില്ല, അത് കഴിയില്ല, അതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് കേട്ടുള്ള ഒരുപാട് നോകളായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ എന്നിട്ട് പല കാര്യങ്ങളിലും നമുക്ക് വിമുഖരായിരിക്കും. നമുക്ക് പലതും നമുക്ക് കഴിയില്ല എന്ന ആത്മവിശ്വാസം ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കഴിവുമില്ലാതെ ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ എന്തെങ്കിലും കഴിവുള്ളവളായിരിക്കും. അപ്പൊ അത്തരം കഴിവുകൾ നമ്മൾ തിരിച്ചറിയുക, ആ കഴിവുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പോരാടുക, വിജയിക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് സ്ഥിരമായ ആവർത്തനത്തിലൂടെ ചെയ്തെന്ത് ചെയ്യാം, നമുക്ക് അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, നമുക്ക് ഓരോ തോൽവികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്തിരിഞ്ഞോടും. ഈ തോൽവികളിൽ പിന്തിരിഞ്ഞോടാതെ നമ്മളുടെ തെറ്റുകൾ മനസ്സിലാക്കി നമ്മളുടെ കുറവുകൾ പരിഹരിച്ച് വീണ്ടും ശക്തമായ രീതിയിൽ ആ തെറ്റുകൾ പരിഹരിച്ച് യുദ്ധം ചെയ്യുകയാണെങ്കിൽ, പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കും എന്നതാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്